ചിന്തരംഗമുയരുകയായി ചിത്രശലഭം പോലെ ചിന്തകളിൽ നിറയുകയായി ചെന്താമരപ്പൂ പോലെ. അറിവായി നിറവായി അക്ഷയഖനിയായി ഉയരുകയായി ഉയരുകയായി തരംഗമുയരുകയായി. ഹരി ഓം. പ്രിയ കൂട്ടുകാരെ, നരുവാമൂട് ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികളുടെ സ്വന്തം FM റേഡിയോ ചിൻതരംഗിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന പുത്തൻ പരിപാടികളുമായി ഞങ്ങൾ വീണ്ടും എത്തുകയാണ്. ഞാൻ RJ ആദിലക്ഷ്മി, എന്നോടൊപ്പം RJ അമിത്തും ചേരുന്നു. ഞങ്ങൾ ഇരുവരും 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹായ് ആദിലക്ഷ്മി. ഹായ് കൂട്ടുകാരി. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണെന്ന്. ആദിലക്ഷ്മിക്കറിയാമോ, കേരള സർക്കാർ 1996 മുതൽ ഈ ദിവസം വായനാ ദിനമായി ആചരിക്കുന്നു. അറിയാം അമിത്. കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. അതുമാത്രമല്ല ആദിലക്ഷ്മി, നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി 1977 കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് CANFED അദ്ദേഹം രൂപം നൽകി. തൻ്റെ സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിനുള്ള ആദരാഞ്ജലിയായി 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായും ആചരിക്കുന്നുവെന്നത് മലയാളി എന്ന നിലയിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന കാര്യമാണ്. അമിത്, സാധാരണയായി പല മഹാന്മാരുടെയും ജന്മദിനങ്ങളാണ് അവർ പ്രവർത്തിച്ച കർമ്മമണ്ഡലങ്ങളെ പ്രചോദിപ്പിക്കാൻ ദിനാചരണങ്ങളായി നടത്തുന്നത്. എന്നാൽ ഇവിടെ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓ ആദിലക്ഷ്മി, അക്കാര്യം ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വായനാ ദിനത്തിൽ വായനാദിന സന്ദേശവുമായി ഒരു വിശിഷ്ട അതിഥി ചിൻതരംഗിൽ എത്തിയിരിക്കുകയാണ്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പ്രശസ്ത കവിയും അധ്യാപകനുമായ ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ വായനാദിന സന്ദേശം നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ മുരുകൻ കാട്ടാക്കട, ചിന്മയ വിദ്യാലയ, തിരുവനന്തപുരം സൗത്ത്, നരുവാമൂട് ചിൻതരംഗ് FM റേഡിയോയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. നമ്മുടെ മക്കൾ പുതിയ സാങ്കേതികവിദ്യയെ അവരുടെ ജീവിതത്തെ സുഗന്ധപൂരിതമായ ചന്ദനത്തിരിയാക്കി മാറ്റുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ ശബ്ദമെന്ന് പറയുന്നത്, ലോകത്തിലെ ആദിയിൽ വചനമുണ്ടായി എന്നാണല്ലോ നമ്മളെ വേദങ്ങൾ പഠിപ്പിക്കുന്നത്. ശബ്ദം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. നമുക്ക് എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കുന്നതിനും സമാധാനം കണ്ടെത്തുന്നതിനും പ്രതികരിക്കുന്നതിനുമെല്ലാം നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ ചിൻതരംഗ് FM റേഡിയോ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ വളർച്ചയിൽ ചിന്മയ വിദ്യാലയയുടെ എല്ലാ നന്മയുള്ള ലക്ഷ്യങ്ങൾക്കും അനുസൃതമായ നമ്മുടെ മക്കളുടെ വളർച്ചയിൽ വലിയ ചാലകശക്തിയായി മാറട്ടെ ചിൻതരംഗ് എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും നമ്മുടെ മക്കൾക്ക് അവരുടെ വായനയെയും അവരുടെ എഴുത്തിനെയും അവരുടെ സാംസ്കാരികമായ അവരുടെ സർഗാത്മക യാത്രയെയും എല്ലാം ചിൻതരംഗ് ഒരു വലിയ പ്രേരകശക്തിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കൾക്കെല്ലാം നന്മകളും ഉണ്ടാകട്ടെ. നന്മകൾക്കു നിറം കെട്ടുന്നൊരു കാലമെന്നുണ്ണി,
തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. മക്കൾക്ക് ചിന്തരംഗ് FM-ന് അതിലൂടെ ഇനി പാട്ടും കവിതയുമെല്ലാമായി നമ്മുടെ മക്കൾ സർഗാത്മകമാകാൻ പോകുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി സാർ. ഞങ്ങളുടെ ചിന്തരംഗിലേക്ക് അതിഥിയായി വന്ന് പ്രചോദനാത്മകമായ വായനാദിന സന്ദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നരുവാമൂട് ചിന്മയ വിദ്യാലയത്തിൻ്റെ പേരിലും ചിന്തരംഗിൻ്റെ പേരിലുള്ള നന്ദി സാദരം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ വായന വാരാചരണത്തോടും മാസാചരണത്തോടും അനുബന്ധിച്ച് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പ്രശസ്ത സാഹിത്യകാരന്മാരുടെ പ്രശസ്തമായ ഓരോ കൃതി വീതം പുസ്തകാവലോകനത്തിനായി നൽകിയിരിക്കുകയാണ്. മികച്ച ബുക്ക് റിവ്യൂവിന് സമ്മാനം ഏർപ്പെടുത്തിയിട്ടുള്ള കാര്യം കൂട്ടുകാർക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ രചിച്ച അതിപ്രശസ്തമായ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. റഷ്യൻ സാഹിത്യകാരനായിരുന്ന ഫിയോദർ ദസ്തേവ്സ്കിയുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ് അദ്ദേഹം ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കൃതിയിലെ ഒരു ചെറിയ ഭാഗം നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. വന്ദനം ഫൈദോർ. വന്ദനമന്ന. ആഹാ, ഇതെന്താ പൂച്ചണ്ടൊക്കെ ആയിട്ട്? ഇന്ന് തീയതി ഏതാണ്? ഒക്ടോബർ 30. ജന്മദിനാശംസകൾ. ഓ, എൻ്റെ ജന്മദിനം. ഞാൻ പോലും അത് മറന്നു. എന്നിട്ടും അത് ഓർക്കാനൊരാളുണ്ട്. നന്ദി പറഞ്ഞ് ഞാൻ ഈ സ്നേഹത്തിൻ്റെ കടം വീട്ടുന്നില്ല. ഏയ്, അതൊന്നും വേണ്ട. വേഗം ആ നോവൽ എടുത്തുകൊണ്ട് ആ സ്റ്റെലോവ്സ്കിയുമായുള്ള ഇടപാട് തീർക്ക്. ഇന്ന് അയാളുടെ കരാറിൻ്റെ അവസാനത്തെ ദിവസമല്ലേ? നീ എന്താ അന്നെ ഒരു തണുപ്പം മട്ടിൽ? ഞാൻ നിന്നെ കാണാനാണ് ഓടി വന്നത്. ഇലിയഡിൻ്റെ റിസർച്ചൊക്കെ പൂർത്തിയായോ? എനിക്കൊരു ജോലി ഉറപ്പായിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണമെന്നുള്ള പേടി ഇനി വേണ്ട. പിന്നെ ഇനി നമുക്ക് നീട്ടിക്കൊണ്ടു പോകേണ്ട. ഏത്? നമ്മുടെ വിവാഹം. ഓ, അതോ? ഞാനതിനിയും തീരുമാനിച്ചിട്ടില്ല. നീ എന്തായി പറയുന്നത്? നിനക്ക് എന്നോട് സ്നേഹമില്ലേ? ആവോ, എനിക്കറിയില്ല. അന്നെ എന്തായി പറയുന്നത്? നിന്റെ ഒരു വാക്കിനായാണ് ഞാൻ കാത്തിരിക്കുന്നത്. നമുക്കത് പിന്നെ സംസാരിക്കാം ഇലിയഡ്. അന്നേ ആ സ്റ്റെലോവ്സ്കി ചതിച്ചു. ഫൈദോർ, എന്താണ് സംഭവിച്ചത്? ആ നീചൻ ഇവിടെ ഇല്ല. മനഃപൂർവ്വം മാറിയതാണ്. ദൈവമേ, ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് നോവൽ ഏൽപ്പിച്ചില്ലെങ്കിൽ? ചതി. ഇത് അതല്ലാതെ വേറെ ഒന്നുമല്ല. നോവൽ അവിടെ ഏൽപ്പിക്കാമായിരുന്നില്ലേ, അയാളുടെ ഓഫീസിൽ? അവരിത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ചതി തന്നെ. ഇനി എന്തു ചെയ്യും? നമുക്ക് ഈ നോവൽ വലിച്ചുകീറി ആകാശത്തിലേക്ക് എറിയാം. തമാശ പറയാൻ കണ്ട നേരം. വരൂ, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നമുക്ക് 5 മണിക്ക് മുൻപ് നോവൽ കോടതിയിൽ ഹാജരാക്കാം. ഫൈദോർ, വേഗം വരൂ, സമയം കളയണ്ട. കോടതിയിൽ ചെന്നപ്പോൾ ജഡ്ജില്ല. ഇനി പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ ഉണ്ടാവുമോ എന്തോ. ഓ, വേഗം വാ, സമയം പോയി. ഭാഗ്യം, ഇൻസ്പെക്ടർ അകത്തുണ്ട്. വേഗം വരൂ. എനിക്ക് വയ്യ. പോലീസുകാരൻ്റെ അടുത്ത് നീ പോയിട്ട് വാ. സർ. എന്താ കേസ്? ഒളിച്ചോട്ടമാണോ? അല്ല, ഇത് ദസ്തേവ്സ്കിയുടെ നോവലാണ്. ഇത് ഇന്ന് 5 മണിക്ക് മുൻപ് സ്റ്റെലോവ്സ്കിയെ ഏൽപ്പിച്ചില്ലെങ്കിൽ ദസ്തേവ്സ്കിയുടെ എല്ലാ പുസ്തകങ്ങളുടെയും അവകാശം സ്റ്റെലോവ്സ്കിയുടേതാകും. അങ്ങനെ ഒരു കരാറുണ്ട്. കാര്യമൊക്കെ ശരി. അതിന്? ദസ്തേവ്സ്കി നോവലും കൊണ്ടു ചെന്നപ്പോൾ അയാൾ മാറിക്കളഞ്ഞു. അത് ചതിയാണ്. നോവൽ ഇവിടെ ഏൽപ്പിക്കാൻ ഒരു വക്കീൽ ഉപദേശിച്ചു. ഓ, അപ്പോൾ അതാണ് കാര്യം. നോവലിസ്റ്റ് എവിടെ? വരാന്തയിലുണ്ട്. അദ്ദേഹം ആകെ തകർന്ന നിലയിലാണ്. സർ, ഒന്ന് സഹായിക്കണം, ദൈവത്തെ ഓർത്ത്. മനസ്സിലായി. നിങ്ങൾ ദസ്തേവ്സ്കിയുടെ ആരാണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പോലീസ് ഇൻസ്പെക്ടറെ നോവൽ ഏൽപ്പിച്ച് അന്ന ഇറങ്ങി വന്നപ്പോൾ ജീവിതത്തിൽ ശേഷിക്കുന്ന എല്ലാ മോഹങ്ങളോടും കൂടി ദസ്തയേവ്സ്കി അവളെ നോക്കി. ദൈവികമായൊരു നിമിഷമാണതെന്ന് അദ്ദേഹത്തിന് തോന്നി.
ദുരിതത്തിന്റെയും മരണത്തിന്റെയും ഗർത്തങ്ങളിൽ നിന്ന് ഒരാത്മാവ് ദൈവികമായൊരു നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ ഒരു ശിഖരത്തിൽ വച്ച് അതിന്റെ ഇണയെ കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു അത്. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ദസ്തയേവ്സ്കി, ധീരജ്, അന്ന, ഗൗരി, ഇലിയഡ്, അമർനാഥ്, പോലീസ് ഇൻസ്പെക്ടർ ലാൽകൃഷ്ണ, ശബ്ദം ഇമാ ശ്രീജിത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു നാടകം? എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും പുത്തൻ കേൾവികളുമായി വീണ്ടും സന്ധിക്കും വരേക്കും വിട പറയുന്നു. വായിച്ചു വളരാൻ, ചിന്തിച്ച് വിവേകം നേടാൻ ചിന്തരംഗ്. നരുവാമൂട് ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികളുടെ സ്വന്തം റേഡിയോ.